ഞങ്ങളിന്ന് സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാൻ പോവാ. അതെ, രുദ്രൂട്ടൻ പറഞ്ഞത് തൊട്ട് നമ്മൾ ഇന്ന് സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. സിറ്റ് ഔട്ട് തന്നെയല്ല, കാർ പോർച്ചും ക്ലീൻ ആക്കാനുണ്ട്. അപ്പം നമ്മുടെ ഈ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഈ സിറ്റ് ഔട്ടിലാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ആണെങ്കിൽ 2 പൂച്ചസാറുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഇപ്പോൾ ഈ സെറ്റിയിലാണ് കേട്ടോ കിടക്കുന്നത്. രാത്രിയാകുമ്പം നമ്മൾ എത്ര ഓടിച്ചു വിട്ടാലും ഇതുങ്ങൾ രാത്രി ആകുമ്പോഴത്തേക്കിനും ഇങ്ങ് വരും. എന്നിട്ട് ഈ സെറ്റിയിലാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് ഈ സെറ്റ് നിറച്ച് നല്ല പൂച്ചപ്പൂടയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ ഇതങ്ങ് എടുത്ത് അകത്തിടാം. ഇവിടെ ഇപ്പോൾ സിറ്റ് ഔട്ടിലിട്ട് കഴിഞ്ഞാൽ ഇത് നാശമാക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ അകത്ത് എടുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും രുദ്രൂട്ടനും കൂടെ അത് തല്ലിക്കൊടഞ്ഞ് അകത്ത് കയറ്റി. അങ്ങനെ നമ്മുടെ കാർ പോർച്ചാണെന്നുണ്ടെങ്കിൽ ഇത്രയും വേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ലോഡ് കൊണ്ടുവരുമല്ലോ. അപ്പോൾ ലോഡ് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവിടെ ഇട്ടാണ് കേട്ടോ എല്ലാം അടുക്കി പെറുക്കുന്നതും ഒക്കെ. അങ്ങനെ അതിൽ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ വരുമ്പോൾ ചേട്ടൻ അത് ഇവിടോട്ടൊക്കെ എടുത്തങ്ങ് ഇടും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ് വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും രുദ്രൂട്ടനും കൂടെ അവിടെ എല്ലാം വൃത്തിയാക്കി ഇപ്പം തേച്ച് കഴുകുവാണ് കേട്ടോ. തൊട്ട് മൊത്തം കഴുകിയെല്ലാം ഇറക്കി കഴിഞ്ഞാണ് കേട്ടോ. പിന്നെ കാർ പോർച്ച് പിന്നാണ് കേട്ടോ കഴുകാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ രുദ്രൂട്ടൻ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവനും എൻ്റെ കൂടെ വന്നിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അമ്മയെ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന് കഴുകുകയൊക്കെ ചെയ്യും കേട്ടോ. ഇത് തന്നെയല്ല, ഞങ്ങളുടെ റൂമാണെന്നുണ്ടെങ്കിലും ഇപ്പം കട്ടിലൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ അമ്മയെ ഞാൻ സഹായിക്കാം, ഞാൻ വിരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ അതെല്ലാം വിരിച്ചിടുകയൊക്കെ ചെയ്യും കേട്ടോ. എൻ്റെ ഒരു സഹായിയും കൂടാണ് കേട്ടോ അവന്. ഇങ്ങനെയുള്ള കാര്യം മാത്രമല്ല കേട്ടോ, നല്ലൊരു ചേട്ടനും കൂടാണ് കേട്ടോ അവന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിച്ചൂട്ടനെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അവൻ കെയർ ചെയ്യും കേട്ടോ. ഇപ്പം ഞാനെന്തെങ്കിലും ഇപ്പം റിച്ചൂട്ടനെ ഞാനിപ്പം ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് വഴക്കൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ ചുണ്ടിങ്ങനെ പുളുത്തും. അതൊക്കെ കാണുമ്പോൾ ഇവന് ഭയങ്കര സങ്കടമാണ്. അപ്പം ഇവൻ എന്നോട് പറയാം, എന്തിനാമ്മേ കുഞ്ഞാവെ കഴിയിപ്പിച്ചേ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിക്കും. അതായത് ഞങ്ങൾ സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒക്കെ കഴുകി നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴുകിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി കുളിച്ചിട്ട് നമ്മുടെ അമ്പലത്തിൽ വിളക്ക് കത്തിക്കുവാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വിളക്ക് കത്തിക്കാൻ വന്നപ്പോൾ ഒരുത്തനും എൻ്റെ പുറകിന് വന്നു കേട്ടോ. ഞാനും കത്തിക്കാമെന്നും പറഞ്ഞിട്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ എന്ന്. അതായത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കുടുംബക്ഷേത്രം നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.